അവർ എന്ന് നാം മനസ്സിലാക്കുക. ഇപ്പോൾ പണം അത് സമ്പാദിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനുവദനീയമായ മാർഗമായിരിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാതെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ള ചിന്തയ്ക്ക് ഒരു കാരണവശാലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇപ്പോൾ പണത്തിന് വേണ്ടിയാണോ ലഹരിയുടെ അടിമയായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഒരു സംഭവം കഴിഞ്ഞ ദിവസമുണ്ടായി. കൂടുതൽ പുറത്തേക്ക് വരുന്നത് സാമ്പത്തികമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് 6 മണിക്കൂർ കൊണ്ട് 5 ആളിനെ ഇല്ലായ്മ ചെയ്ത ഒരു ചെറുപ്പക്കാരനെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിലേക്ക് കൊണ്ടുപോയി കൂട്ടുന്ന കാര്യങ്ങളെന്നു കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ശരി, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കനി നൽകിയ അനുഗ്രഹമായ ഈ ധനത്തെ അത് സമ്പാദിക്കാൻ നമുക്ക് അനുവാദം നൽകിയതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്, നമ്മളാരുമല്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് ഒരു വിഷമവും നമുക്ക് തോന്നൂല. മറിച്ച് ഇത് എൻ്റെതാണ്, ഞാനാണ്, മാലി മാലി മാലി, ഈ ചിന്ത മാത്രമാണ് എങ്കിൽ ആര് എത്ര പ്രസംഗിച്ചു കൊടുത്തിട്ടും എത്ര തെളിവ് നിരത്തിയിട്ടും എത്ര സംശയ നിവാരണം നടത്തിയാലും ശരി, അതിൽ നിന്ന് മാറൂല, അവിടെ തന്നെ നിൽക്കും, അനങ്ങൂല. അതല്ല, അതേസമയം ധനം അല്ലാഹുവിൻ്റേതാണ്, അവൻ എനിക്ക് തന്നതാണ്, ഞാനിതിപ്പോൾ കൈകാര്യം ചെയ്യുന്നു, നാളെ ഇതെൻ്റെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് പോവും. ഇതല്ലേ ധനത്തിൻ്റെ അവസ്ഥ? അൽ മാലു ളില്ലുൻ സായിലുൻ, ധനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിഴലാണെന്ന്. എത്രയോ അനുഭവങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ പറയാനുണ്ടാകും. എത്രയോ അനുഭവങ്ങളുണ്ടാകും. വലിയ സമ്പന്നതയുടെ ഉത്തുംഗതയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഒരു രോഗം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അവസാനം കടം പേറി ഒന്നിനും വയ്യാത്ത അവസ്ഥയിലേക്കെത്തി, രോഗത്തിന് ചികിത്സിക്കാൻ വയ്യാത്ത സ്ഥിതിവിശേഷത്തിലേക്കെത്തി. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രിയമുള്ളവരെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ ജീവിച്ചിരുന്ന് നമ്മളുടെ കാലം കഴിഞ്ഞാൽ അത് നമ്മുടെ മക്കളിലേക്ക് മാറും, നേരെ ചൊവ്വയാണ് എങ്കിൽ. അത് പിന്നെ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകും. ഒരിക്കലും ഒരാളുടെ കയ്യിലും ശാശ്വതമല്ല. ഈ ധനം ശാശ്വതമാണ്, അതാണ് എന്നെ ശാശ്വതമാക്കിയിരിക്കുന്നത് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തുക. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ധനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്, കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റികളാണ്. അത് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അത് കൈകാര്യം ചെയ്യണം. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹദീദിലെ 7-ാമത്തെ വചനം, ആമിനു ബില്ലാഹി വ റസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകുമുല്ലാഹു മുസ്തഖ്ലഫീന ഫീ. വല്ലാത്ത ഒരു പ്രയോഗമാണ് ധനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മുസ്തഖ്ലഫീന ഫീ, നിങ്ങളിൽ നിന്നിങ്ങനെ കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന ആ ധനം നിങ്ങൾ ചെലവഴിക്കുക. അള്ളാഹു അങ്ങനെയാണ് നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാ. അപ്പോൾ അള്ളാഹു ധനം എന്ന അനുഗ്രഹം നമ്മളെ ഏൽപ്പിച്ചു, കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില നിർണിതമായ അവകാശികളും നിശ്ചിതമായ അവകാശികളായ ആൾക്കാരുമുണ്ട്. അവരിലേക്ക് അത് കൈമാറിപ്പോകുമ്പോഴാണ് ആ ധനം നമ്മിൽ നിന്ന് അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി പോവുക. ഇത് 2 രൂപത്തിലാണ് നമ്മൾ അള്ളാഹു ഏൽപ്പിച്ച ധനം. പ്രധാനമായും 2 രൂപത്തിൽ, പല രൂപത്തിലുണ്ട്. പ്രധാനമായും 2 രൂപത്തിലാണ് ഈ ധനം നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോവുക. ഒന്ന്, പൊതുദാനധർമ്മം എന്ന് പറയുന്ന സദക്കകളിലൂടെ പോകാറുണ്ട്. അത് ഇത്ര എന്നോ ഇത്ര വർഷത്തിലെന്നോ ഇത്ര ശതമാനം എന്നോ ഒന്നുമില്ല, കഴിവനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കും. ഇതിനാണ് പൊതുദാനധർമ്മം എന്ന് പറയുക. മറ്റൊന്ന്, തനിക്ക് അള്ളാഹു കനി നൽകിയ സമ്പത്തിൻ്റെ നിശ്ചിതമായ ഒരു വിഹിതം തനിക്ക് അവകാശപ്പെട്ടതല്ല, അത് വർഷം തികഞ്ഞാൽ അതിൻ്റെ കണക്ക് നോക്കി നിസാബ് തികഞ്ഞാൽ അതിൻ്റെ അവകാശികൾക്ക് 2.5%, 5%, 10%, ഏറിയത് 20%, അതിൽ കൂടുതൽ കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ വർഷം തികഞ്ഞ് നിസാബ് തികയുമ്പോൾ നിശ്ചിതമായ നിലയിൽ നാം കൊടുക്കുന്ന ആ നിശ്ചിത വിഹിതത്തിനാണ് സക്കാത്ത് എന്ന് പറയുക. അതിന് നിർബന്ധ ദാനം എന്ന് മലയാളത്തിൽ പറയുന്നു. ആ സക്കാത്തിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഇൻഷാ അള്ളാഹ് എൻ്റെ ശേഷം മുഹിദ്ദീൻ ഫൈസി എടുക്കാൻ പോകുന്നത്. അത് തുടർച്ചയായ നിലയിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ നമസ്കരിക്കാൻ നമുക്ക് സമയമായി. ഈ ധനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ധനം
അത് സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന ആ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിശ്വാസികൾ സ്വർഗം കിട്ടുന്ന വിശ്വാസികളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലൊക്കെ എടുത്തു പറയുന്ന ഒരു വിഷയം ധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർവശക്തനായ റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ധനം കൊണ്ട് സ്വർഗം നേടാൻ അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഈ ഫ്ലോറിൻ്റെ നേരെ താഴെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നമസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ കയറി വരിക ഇൻഷാ അല്ലാഹ്. സൗകര്യം ചെയ്ത് കൊടുക്കാം. സ്ത്രീകൾക്ക് ഇവിടെ തന്നെ സൗകര്യം ചെയ്തു തരാം.